മങ്കീസുകൾ ബാഗുകൾ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒരു കുഞ്ഞു യാത്രയാണ് കേട്ടോ. നമ്മൾ ഒരു ഐലൻഡിലേക്ക് പോവുകയാണ്. ഇവിടെ സമ്മർ ആയിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സ്കൂളൊക്കെ അവധി കിട്ടും. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്, ഗ്ലാസ്ഗോ സെൻട്രൽ സ്റ്റേഷനിൽ. ട്രെയിനിൽ നമുക്ക് 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഫെറിയിൽ ഒരു അരമണിക്കൂറും കൂടെ പോകണം ഐലൻഡിലേക്ക്. അങ്ങനെ നമ്മൾ ട്രെയിനിനുള്ളിൽ കയറി ട്രെയിനിലിരുന്ന് ബോറടിക്കുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്നാക്കുകളൊക്കെ കഴിച്ചിട്ട് കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത്. ഇപ്പം നല്ല അടിപൊളി സമ്മറാണ്, നല്ല ചൂടുമുണ്ട്. അങ്ങനെ കാഴ്ചകളും കണ്ട് കുറച്ച് നേരം ഇതുപോലത്തെ ഗെയിംസൊക്കെ കളിച്ച് 1 മണിക്കൂർ പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. പിന്നെ ട്രെയിനിൽ പോകുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അധികം ക്ഷീണമൊന്നും അനുഭവപ്പെടത്തില്ല. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ചെന്നൈയിലെ സെൻട്രൽ സ്റ്റേഷനാണ് കേട്ടോ. ആ പഴയ രീതിയിലുള്ള ഒരു മോഡലൊക്കെ, ഒരു വിക്ടോറിയ സ്റ്റൈല്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഇനി ഇവിടുന്ന് തന്നെയാണ് നമുക്ക് ഫെറിയിൽ പോവേണ്ടത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ അതിനുള്ള ടെർമിനൽ എവിടെയാണെന്ന് നോക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. ഇത് റെയിൽവേ സ്റ്റേഷനുള്ളിൽ തന്നെയുള്ളൊരു ബുക്ക് ഷോപ്പാണ് കേട്ടോ. അപ്പോൾ കണ്ട ഉടനെ തന്നെ വർഷക്കുട്ടിക്ക് ബുക്ക് വാങ്ങണമെന്നായി. സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 1-2 ബുക്ക് എടുത്ത് ബാഗിൽ വെക്കാറുണ്ട്. ഇന്ന് മറന്നുപോയി. ഇത് വരുന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റായി ഇവിടെ വന്നപ്പോൾ ബുക്ക് ഷോപ്പ് കേട്ടപ്പോൾ ഉടനെ ബുക്ക് വാങ്ങണമെന്നായി. ഇവിടെ നോക്കിയപ്പോൾ എല്ലാം റീസെയിൽ ബുക്കുകളാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ട് വീണ്ടും അവർ സെല്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു എമൗണ്ടൊക്കെ ഉള്ളായിരുന്നു ബുക്കിന്. വായിച്ചു കഴിഞ്ഞില്ലേ? അത് രണ്ടും ഓരോ ഓതർ തന്നെയല്ലേ? ഒരേ ഓതർ. അങ്ങനെ കുറേ നേരത്തെ തെരച്ചിലിനൊടുവിൽ രണ്ടുപേരും ഒരു 3-4 ബുക്കൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മൂമ്മ നല്ല പ്രായമുള്ളതാണ് കേട്ടോ. നല്ലൊരു പോസിറ്റീവായിട്ടൊരു അമ്മൂമ്മ. നമുക്ക് കവറൊക്കെ ഫ്രീ ആയിട്ട് തന്നു. അങ്ങനെ നമ്മൾ ഇനിയിപ്പം ഫെറിയിലോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. വേ ഔട്ട്. ബസ് വന്ന് കിടക്കണം. അതായിരിക്കും സൈക്കിളുകാരൊക്കെ പോണം. അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ അവർ പറഞ്ഞു അത് സൈക്കിളിനുള്ള വഴിയാണ്, അകത്ത് തന്നെയാണ് നമ്മൾ നടന്ന് കയറി പോകുന്നവർക്കുള്ള റൂട്ടെന്ന്. അപ്പോൾ ഇതുവരെ ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഫെറി വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലുള്ള പാസഞ്ചേഴ്സൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ട് വേണം നമ്മൾ കയറാൻ. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓൺലൈനിൽ. അപ്പോൾ അത് കാണിച്ചാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പം നമ്മൾ പോകാനുള്ള ഫെറിയിൽ നിന്നുള്ള ആൾക്കാരെന്നുണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർ ഐൽ ഓഫ് ബൂട്ടിൽ നിന്ന് തിരിച്ച് വരുന്നവരാണ് കേട്ടോ. അപ്പോൾ ഒന്നൊരു ബ്രൈഡ് ടു ബി പാർട്ടി കഴിഞ്ഞിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഐൽ ഓഫ് ബൂട്ടിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ. എങ്ങോട്ട് അങ്ങനെ നമ്മൾ ഫെറിക്കുള്ളിൽ കയറി. ഇനി ഒരു അരമണിക്കൂർ ഉള്ള യാത്രയാണ്. അപ്പം കറക്റ്റ് ടൈമിന് തന്നെ ഫെറി എടുത്തിട്ടുണ്ട് കേട്ടോ.
നമ്മളിരുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ഒരു സ്നാക്സ് കൗണ്ടർ ഉള്ളത്. അവിടെ കോഫിയും അതുപോലെ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കാം. നമ്മളപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. അതൊന്നും നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അതെല്ലാം സെപ്പറേറ്റ് ആണ്. നമ്മൾ സ്നാക്സ് കൗണ്ടർ മുമ്പിൽ ഇരുന്നത് കൊണ്ട് തന്നെ വർഷക്കുട്ടിയും വിവാനും ആരംഭിച്ചു അവർക്ക് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഏട്ടൻ അവരെ രണ്ടുപേരെയും കൊണ്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് വാങ്ങിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഏട്ടനൊരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ അതുപോലെ തന്നെ വർഷക്കുട്ടി വാങ്ങിയത് ഒരു മഫിന്, വിവാൻ ഐസ്ക്രീമാണ് വാങ്ങിയത്. ഏട്ടൻ പിന്നെ സൂപ്പാണ് വാങ്ങിച്ചത്. നല്ല സൂപ്പായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വർഷക്കുട്ടിയും കൂടെ മുകളിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. പാൻട്രി ഷോപ്പ് സ്നാക്ക് ബാർ നമ്മൾ ഇറങ്ങിയാണ് കേസ്. വെളിയിലെത്തി ബ്യൂട്ടിഫുൾ പ്ലേസ്. അങ്ങനെ നമ്മളിപ്പം ഐൽ ഓഫ് ബൂട്ട്സിലെത്തി. ശരിക്കും പറഞ്ഞാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്ങോട്ട് പോകണോ അങ്ങനെയൊന്നും. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മ്യൂസിയം, അതുപോലെ തന്നെ കാസ്റ്റിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ് കേട്ടോ. മൊത്തത്തിൽ നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ അറിയാമല്ലോ നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളങ്ങനെ വന്നതേ ഉള്ളൂ. കൊള്ളാന്ന് പക്ഷേ ഫേമസ് ടൂറിസ്റ്റ് ടോയ്ലറ്റ് ഒക്കെയാണ് ഇവിടുത്തെ ഫേമസ് അട്രാക്ഷൻ. കാരണം ഇതുപോലെ ഐലൻഡിലൊക്കെ 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ വരും കേട്ടോ. അപ്പം റൂമിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റുമാണ്. ഇപ്പം നല്ല സീസൺ ടൈമും കൂടാണ്. കാരണം സമ്മർ ആകുമ്പോൾ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങുന്നവരാണല്ലോ. അപ്പോൾ ഈ സമയം മാക്സിമം എല്ലാവരും പുറത്ത് പോകാനും ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാനും ഒക്കെ പോകുന്നവരായതുകൊണ്ട് എല്ലാത്തിൻ്റെ റേറ്റും ഒക്കെ നന്നായിട്ട് കൂടിയിരിക്കും. അങ്ങനെ നമ്മൾ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ചെറിയൊരു പാർക്ക് കണ്ടത് കേട്ടോ. അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കുറേ കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ട് നിന്ന്. അങ്ങനെയാണ് നമ്മളിങ്ങോട്ട് കയറിയത്. നല്ലൊരു സ്ഥലം. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റും കൂടെ ആയപ്പം ഇങ്ങനെ എന്താണ് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാനൊക്കെ ഒരു രസമുണ്ട്. പിന്നെ ഒരു ദിവസം പിള്ളേരുമായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ വന്നത്. അല്ലാതെ ഇങ്ങനെ ഓടിപ്പിടിച്ച് എല്ലായിടം പോയി കാണണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒരു ഡേ നല്ല രീതിയിൽ സമാധാനപരമായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുക എന്നുള്ളതാണ്. Beautiful place. മങ്കീസുകൾ അടുത്തടുത്ത് ഇറങ്ങി വാ. നമ്മൾ വന്ന ഫെറി ഇതോടെ തിരിച്ചു പോണു. അടുത്ത പാസഞ്ചേഴ്സ് കൊണ്ട് അവിടെ പോന്നു. നമ്മളിവിടെ ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുന്നു.
ഞാൻ മൊത്തത്തിലൊരു കളർഫുൾ വൈബിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു പിങ്കി പിങ്കി പോങ്കി സ്റ്റൈല്. ഇട്ടിരിക്കുന്ന കമ്മൽ പ്രൈമാർക്കിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അന്ന് ഞാനും പശുക്കുട്ടിയും കൂടെ പോയില്ലേ. ഇവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. റീലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഷോർട്സിൽ പോയി നോക്കിയാൽ മതി കേട്ടോ. കുറേ കാലം കഴിയുമ്പോൾ ഓർമ്മകളായിട്ടുള്ളത് ഈ ഒരു റീൽസും ഫോട്ടോസൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് മാക്സിമം ഇവിടെ നിന്ന് നമ്മൾ നല്ല നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും കൊണ്ട് ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് സമയം ഏകദേശം ഉച്ചയാവാറായി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഫുഡ് കഴിക്കാനുള്ള ഒരു ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നിടത്തൊക്കെ കയറിയപ്പോഴൊക്കെ ഫുള്ളായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ട് പോകാമോ? സ്ഥലമില്ലെന്ന് തോന്നുന്നു. നമ്മൾ കയറിയത് ഒരു കുഞ്ഞൊരു കോഫി ഷോപ്പിലാണ്. അപ്പോൾ അവിടെ നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ സാൻഡ്വിച്ച്, ചിക്കൻ മയോ സാൻഡ്വിച്ചും അതുപോലെ തന്നെ ചിക്കൻ ടിക്ക സാൻഡ്വിച്ചും ഓർഡർ ചെയ്തിരുന്നു. സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കൂടുതലും ആൾക്കാർ വന്നിരിക്കുന്നത് പ്രായമുള്ളവരാണ് കേട്ടോ. അവരൊരു കോഫി മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ കഥ പറഞ്ഞ് മണിക്കൂറുകളോളം ഇരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെയാണ് കാസ്റ്റലുള്ളത്. കാസ്റ്റലിൻ്റെ വ്യൂ നോക്കിക്ക് എന്താ ഭംഗിയെന്ന്. ആ വെയിലത്ത് ആ പച്ച പുല്ല് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഈ കാസ്റ്റലിനുള്ളിലേക്ക് പോകാൻ നമുക്ക് പറ്റും കേട്ടോ. ഒരു വിസിറ്റേഴ്സിന് അലൗഡ് ആണ്. പക്ഷേ അതിന് ടിക്കറ്റുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് അകത്ത് പോയി കാണാൻ പറ്റും. പക്ഷേ നമ്മൾ അകത്തോട്ട് നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്നു. 1-2 പേരൊക്കെ കയറി പോകുന്നതാണ്. പിന്നെ നമ്മളതുകൊണ്ട് പോയില്ല. ഇവിടെ അകത്തേക്ക് പോകാനുള്ള പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ആൾക്കാർക്ക് 8.50 പൗണ്ടും പിന്നെ കുട്ടികൾക്ക് 5 പൗണ്ടുമാണ്. പിന്നെ ഇത് ഫാമിലി ആയിട്ട് പോകുന്നതിനൊക്കെ കൺസെഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാട്ടുകളല്ലേ. ഇനി ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു മ്യൂസിയത്തിൽ പോകാമെന്ന്. പക്ഷേ സമയം ഒരുപാടായി. ഇനിയിപ്പോൾ തിരിച്ച് മ്യൂസിയത്തിൽ പോയിട്ട് വരുമ്പോഴത്തേനും ലേറ്റാവും. പിന്നെ ഫെറിയൊക്കെ പിടിച്ച് വീട്ടിലെത്തുമ്പോഴത്തേനും ഒരുപാട് സമയമാവും. പിന്നെ അതുകൊണ്ട് തന്നെ ചുമ്മാ ഇവിടെ കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഐൽ ഓഫ് ബൂട്ടിൻ്റെ ഡിസ്കവറി സെൻറ്ററിലേക്ക് ഇനിയിപ്പം നമുക്ക് പോകാം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളതെന്ന് കാണിച്ചു തരാം. ഐൽ ഓഫ് ബ്ലൂ അതിന് നോക്കാം. അത് ബാഗുകളും ഇതുകളും ഒക്കെ ഉണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ് കണ്ടത്. അപ്പോൾ അതിലൊന്നെടുത്തു. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം നല്ല വിലയാണ്. 24 പൗണ്ടാ. ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആയതുകൊണ്ട് എല്ലാ സാധനത്തിനും അത്യാവശ്യം നല്ല വിലയുണ്ട്. പിന്നെ നമ്മൾ ആ മാഗ്നറ്റ് മാത്രമാണ് എടുത്തത്. എന്തെങ്കിലും വർക്കാവുന്നുണ്ടോ? ഇല്ല. ഈ ഒരു സ്ഥലത്തെ പറ്റിയുള്ള വിവരണങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഞാൻ കുറേ നേരം ഇരുന്ന് നടന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. അവരവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മ്യൂട്ടോസ്കോപ്പാണ്. അതൊരു മോഷൻ പിക്ചർ ഡിവൈസാണ് കേട്ടോ. അത് ആദ്യ സമയങ്ങളിലുള്ളത്. അതിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ ചിത്രമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സ്റ്റോറി കണ്ട ഒരു ഫീലിലിരിക്കും. ഇതൊക്കെ ആദ്യ സമയത്തുള്ളതാണ്. ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു സ്ഥലത്തിലുള്ള ഫേമസായ ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ഇതിനകത്ത് ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിനി ഇറങ്ങാം കേട്ടോ.
അങ്ങനെ നമ്മൾ ഫെറി ടെർമിനലിലേക്ക് നടക്കുന്ന സമയത്താണ് വിക്ടോറിയൻ ടോയ്ലറ്റ് കണ്ടത്. അതിവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണല്ലോ, ഇനി അതും കൂടെ കണ്ടിട്ട് പോകാം. ജെൻസിൻ്റെ ടോയ്ലറ്റാണ് കേട്ടോ. അപ്പം ലേഡീസ് ടോയ്ലറ്റിൽ വലിയ പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയില്ല. ഇത് ഏട്ടനാണ് വീഡിയോ എടുത്തിട്ട് വന്നത്. ഇതിനെക്കുറിച്ച് ഇത്ര കാര്യമായിട്ട് എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫെറിയിൽ കയറി കേട്ടോ. കറക്റ്റ് നമ്മൾ വന്ന് നിന്നപ്പം തന്നെ അടുത്ത ഫെറി എടുത്തു. അങ്ങനെ നോക്ക്, ഇതാണ് ഐ ലവ് ബ്യൂട്ടീൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നല്ല നീലാകാശവും പിന്നെ ഇന്നത്തെ വെതറും സൂപ്പറായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തലവേദന എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടുന്ന് ട്രെയിൻ പിടിച്ചിട്ട് ഗ്ലാസ്ഗോ സെൻറ്ററിലേക്ക് പോവാം. പിന്നെ അവിടുന്ന് നമ്മൾ വീണ്ടും ബസ് പിടിച്ചിട്ട് വേണമല്ലോ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ. പിന്നെ അതൊക്കെ കാണിച്ച് നിങ്ങളെ ഞാനിനി ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത് കേട്ടോ. നല്ല മഞ്ഞ പൂക്കളുള്ള ഒരു മല, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.